നയനയുടെയും ആദർശിൻ്റെയും നാളത്തെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ അഭിയാണെങ്കിൽ ആദർശിനെ നയനയൊക്കെ കാണാൻ പോയിട്ട് വന്നിട്ട് നവ്യയെടുത്ത് പറയുന്നുണ്ട് കേട്ടോ, ഇപ്പം നീ പരസ്യത്തിൽ അഭിനയിക്കാൻ പോയതിന് പിന്നിൽ ഞാനാണെന്ന് അപ്പോൾ എല്ലാവരുമൊക്കെ പറയുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി വേണമെങ്കിൽ അവർ നമ്മൾ തമ്മിൽ തെറ്റിക്കാനൊക്കെ അവർ നോക്കുമെന്നൊക്കെ ഇങ്ങനെ നല്ലൊരു കുഞ്ഞിൻ്റെയൊക്കെ കണക്കാണെങ്കിൽ നമ്മൾ അഭിയാണെങ്കിൽ നവ്യയെടുത്ത് പറയുന്നുണ്ട്. പിന്നെ നമ്മളെ മുത്തശ്ശനെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നവ്യയാണെങ്കിൽ അവിടെ ഇങ്ങനെ കസേരയിലൊക്കെ ഇരിക്കുക കേട്ടോ, ഒരു കാലിൻ്റെ മേളിൽ ഒരു കാലൊക്കെ ഇട്ട് ഭയങ്കര അഹങ്കാരത്തോടൊക്കെ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് ഇങ്ങനെ മുത്തശ്ശന് ഒരു ഉപദേശമായിട്ടൊക്കെ ഇങ്ങനെ നവ്യ അടുത്ത് പറയുന്നുണ്ട്. എന്തായാലും നവ്യ ഇനി എന്തെങ്കിലും മുത്തശ്ശൻ്റെ അടുത്ത് ചൊറിഞ്ഞ വർത്താനമായിട്ട് ചെന്ന് കാണും. അങ്ങനെ നമ്മളെ മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്തായാലും ആരാണ് തെറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോഴും നടക്കുന്നത്, അവരെന്തായാലും അവൻ്റെ ജീവിതത്തിൽ എന്തായാലും ഇനിയിപ്പം നല്ലതൊന്നും വരാൻ പോകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അവനിങ്ങനെ പരാതിയും പറഞ്ഞുകൊണ്ട് അവൻ നടക്കത്തുള്ളൂ എന്നൊക്കെ ആണെങ്കിൽ നമ്മളെ മുത്തശ്ശനാണെങ്കിൽ നവ്യ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ആണെങ്കിൽ നമ്മൾ ആദർശാണെങ്കിൽ നയനെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ ആദർശാണെങ്കിൽ ഭയങ്കര ടെൻഷനായിട്ടിരിക്കുക കേട്ടോ. അപ്പോഴത്തേക്ക് നയനെ അടുത്ത് പറയുന്നുണ്ട്, ഈ എയിംസ് ജ്വല്ലറിയും നമ്മൾ ജ്വല്ലറി ആണെങ്കിൽ ഗൾഫിലാണെങ്കിൽ ഭയങ്കര മത്സരത്തില്ല, അതിനിപ്പോൾ നാട്ടിൽ വന്നാലും അതിനൊരു മാറ്റവും കാണത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നീ ആണെങ്കിൽ ഇനിയും പുതിയ പുതിയ ഡിസൈനുകളൊക്കെ വരയ്ക്കേണ്ടി വരും, പക്ഷേ നിൻ്റെ ഇപ്പോഴത്തെ ഒരു ഹെൽത്ത് കണ്ടീഷൻ വെച്ചിട്ടാണെങ്കിൽ നിനക്കതിന് പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ആദർശം. ഇതൊക്കെയാണ് നാളത്തെ പ്രമോ റിവ്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.